എനിക്കൊരു വൺ ഡേ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളെ മലപ്പുറം ജില്ലയിലേക്കായിരുന്നു. അതിലൊരു 3, 4 സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു സ്ഥലമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മളെ നിലമ്പൂർ കനോലി എക്കോ ടൂറിസം എന്നുള്ള ഒരു സ്ഥലത്താണ് പോണത്. ഇവിടെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വംശനാശം സംഭവിക്കാൻ പോകുന്ന വൃക്ഷത്തൈകളും അതുപോലെ ഔഷധ സസ്യങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഭാഗമൊക്കെ. പക്ഷേ അത് നമുക്ക് കണ്ണിനൊരു അലോസരം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. കുറേ ബിൽഡിങ്ങുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ അങ്ങനെ നാശമായി കൊണ്ടിരിക്കുന്ന, ആകെ പൊട്ടിയിട്ടും പൊളിഞ്ഞിട്ടും ഒക്കെ ഉള്ളത്. ഉള്ളിലാണെങ്കിൽ ഒന്നും കാണാനില്ല, ഒക്കെ എംപ്റ്റിയാണ്. പിന്നെ ഈ ചുമരിലൊക്കെ കുറച്ച് ചിത്രങ്ങൾ, പുറത്ത് നല്ല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കാണാൻ വയ്യാത്ത കുറേ ചിത്രങ്ങളും കുറേ വാക്കുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വല്ല ടൂറിസം നടത്തുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ എന്തെങ്കിലും ഒക്കെ ഒരു നമുക്ക് കാണാൻ കൊള്ളാവുന്ന രീതിക്കുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയിട്ടാണ്. ഗവൺമെൻറ്റിനായാലും പൈസയൊക്കെ ഒരുപാട് കിട്ടുമല്ലോ. പിന്നെ നമ്മളെ ചാലിയാർ കുതിരപ്പുഴ സംഗമം എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് പോണത്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലോ അവിടേക്ക് ഇറങ്ങി ചെല്ലാനൊക്കെ സ്ഥലമുണ്ട്. പക്ഷേ അവിടെ ഒന്ന് ഇരിക്കാനോ ശരിക്കൊന്ന് നിൽക്കാനോ ഒന്നിനുള്ള സ്ഥലമോ ഒരു സൗകര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ കാടും പടലും എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് ബെഞ്ചുകളൊക്കെ ഒന്ന് ഇട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇരിക്കാനോ എന്തിനൊക്കെ എന്തെങ്കിലും ഒരു സൗകര്യമൊക്കെ ഒരുക്കാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരവും, കാണുന്ന ആൾക്കാർക്ക് കണ്ണിനും മനസ്സിനും ഒരു സമാധാനമാവുകയും ചെയ്യും. ഗവൺമെൻറ്റിനായാലും എന്തെങ്കിലും പൈസയും കിട്ടും. ആ രീതിക്കൊക്കെ ആക്കാമെന്ന് എനിക്കിങ്ങനെ തോന്നിയിട്ടാണ്. ഇതിലേക്ക് വേറൊരു പുഴ ഒഴുകി വരുന്നതൊന്നും ഇവിടെ നിന്നിട്ട് നോക്കിയിട്ട് കാണാനൊന്നും ഒരു നിവൃത്തിയില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.